സ്പെഷ്യൽ കറസ്പോണ്ടന്റിലേക്ക് സ്വാഗതം. സദാചാരമാണ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഇക്കുറി ചർച്ച ചെയ്യുന്നത്. ചുംബന സമരം ജയിച്ചോ തോറ്റോ എന്ന ചർച്ചകൾക്കിടയിലാണ് കേരളം. അതെന്തുമാവട്ടെ, മാറുന്ന മലയാളിയുടെ മനസ്സിലേക്ക് ചില ചൂടൻ ചിന്തകൾ എറിഞ്ഞാണ് കൊച്ചിയിൽ ചുംബന സമരം അരങ്ങേറിയത്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് കേട്ടിട്ടേയുള്ളൂ. ഒരു ചായപ്പീടികയിൽ നിന്നും ഉയർന്നു വന്ന കൊടുങ്കാറ്റിന് പിന്നാലെയായിരുന്നു കേരളത്തിന്റെ രണ്ടാഴ്ച. കോഴിക്കോട്ടെ ഒരു കോഫി ഷോപ്പിന്റെ സ്വകാര്യതയിൽ ഇനിയും നമുക്കറിയാത്ത ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും സ്നേഹം പങ്കിട്ടെടുത്തേക്ക് രഹസ്യ ക്യാമറ നുഴഞ്ഞു കയറിയതോടെ സദാചാര കേരളത്തിന്റെ ഉറക്കമില്ലായ്മ തുടങ്ങി. ഡൗൺ ടൗൺ എന്നായിരുന്നു ആ കോഫി ഷോപ്പിന്റെ പേര്. സദാചാരത്തിന്റെ ഈ വിളയാട്ടം ആദ്യത്തേതല്ല. വടകരയിൽ ഒരു ജീവൻ എടുത്തിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം പ്രശ്നമാണ് സദാചാര പോലീസ് എന്ന് കരുതേണ്ട. നാളുകൾക്ക് മുമ്പാണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് ഒരു സംഘം സദാചാര സ്നേഹികളായ ചെറുപ്പക്കാർ ഒരു കൗമാരക്കാരനെ തല്ലിച്ചതച്ച് അതിന്റെ വീഡിയോ യൂട്യൂബിലൂടെ പ്രചരിപ്പിച്ചത്. മുമ്പൊക്കെ മഹാരാഷ്ട്രയിലോ മംഗലാപുരത്തോ വാലന്റൈൻ ദിനങ്ങളിൽ നടന്നിരുന്ന സദാചാര പോരാട്ട പ്രകടനങ്ങൾ മലയാളി ഒട്ടുപുച്ഛത്തോടെയാണ് കണ്ടിരുന്നത്. കോഴിക്കോട്ടെ സദാചാര പോലീസിനെതിരെ ഒരു പ്രതീകാത്മക സമരം കൊച്ചി മറൈൻ ഡ്രൈവിൽ നടത്തുമെന്ന് ഫേസ്ബുക്കിലെ ഒരു ചെറു കൂട്ടായ്മ ഒരു പോസ്റ്റിട്ടതേയുള്ളൂ. അതോടെ കേരളം മൂന്ന് തട്ടിലായി. ചുംബന സമരത്തെ അനുകൂലിക്കുന്നവർ, എതിർക്കുന്നവർ, കണ്ടു സൂഹിക്കാൻ കാത്തുനിൽക്കുന്നവർ. സദാചാര പോലീസിന്റെ കയ്യാങ്കളി കടുത്തപ്പോഴാണ് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ലാത്ത ഒരു സംഘം ചെറുപ്പക്കാർ തെരുവിലിറങ്ങാനും ഉമ്മ വെച്ചെങ്കിലും പ്രശ്നത്തിലേക്ക് ജനശ്രദ്ധ ആകർഷിക്കാനും തുനിഞ്ഞത്. ബീച്ചുകളിലും മൈതാനങ്ങളിലും ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നത് കാണാൻ കണ്ണുരുട്ടുന്നവരുടെ നാടായി കേരളം മാറിയിട്ടും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ആരും മിണ്ടിയില്ല. ഉമ്മ സമരത്തിലേക്ക് കാര്യങ്ങളെത്തിയപ്പോഴും പാർട്ടികൾക്ക് നിലപാടില്ല. ചില യുവനേതാക്കന്മാർ തങ്ങളുടെ വ്യക്തിനിഷ്ഠ അഭിപ്രായങ്ങൾ വ്യക്തമാക്കിയെന്നത് മറക്കുന്നില്ല. രണ്ടുപേർ ചുംബിക്കുമ്പോൾ ലോകം മാറുന്നു എന്ന ഒക്ടോവിയോ പാസിന്റെ വരികൾ ഉദ്ധരിച്ച് ചുംബന സമരത്തിന് അനുകൂലമായി ആദ്യ രംഗത്തിറങ്ങിയ ആളാണ് പാലക്കാട് എംപിയും ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമായ എം.പി. രാജേഷ്. ഈ സമരത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം. മോറൽ പോലീസിംഗ് കേരളത്തിൽ ഇന്ന് ഭയാനകമായ വിധത്തിൽ വർദ്ധിക്കുന്നു. അത് യഥാർത്ഥത്തിൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള, അതുപോലെ ജനാധിപത്യ അവകാശങ്ങൾക്കെതിരായിട്ടുള്ള ഒക്കെയുള്ള കടന്നാക്രമണമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്. സദാചാരത്തിൻ്റെ പേരിൽ ഏറ്റവും വലിയ സദാചാര വിരുദ്ധ പ്രവർത്തനവും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനവും നടത്തിയത് ഈ തടയാൻ വന്ന ആളുകളാണ്. സദാചാരം എന്നുള്ളതൊരു മറയാണ്. തങ്ങൾക്ക് സ്ത്രീകളോട് എന്ത് അതിക്രമവും കാണിക്കാനുള്ള മറയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ മറയുടെ ഉള്ളിൽ അവർ അതിക്രമം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാഖിൽ IS സ്ത്രീകളോട് ഏറ്റവും വലിയ ക്രൂരത കാണിക്കുന്ന സ്ത്രീകളോടാണ്. ഏറ്റവും വലിയ അതിക്രമം, ലൈംഗിക അതിക്രമമാണ് സ്ത്രീകളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ മനോഭാവം ഒളിഞ്ഞും തെളിഞ്ഞും പ്രചരിപ്പിക്കുന്നവർ കേരളത്തിലുണ്ട്. അതിനോട് ഒരു വിയോജിപ്പും ഉള്ളവരല്ല, അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്നവരാണ് ഈ ശിവസേന, ബജ്രംഗ് ദൾ എന്നൊക്കെ പേരിലുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകൾ. സദാചാര പോലീസ് വേണ്ട, അതിനെതിരെ ഉമ്മസമരവും വേണ്ട എന്നതായിരുന്നു പല നേതാക്കന്മാരും പറയാതെ പറഞ്ഞത്. ഞങ്ങൾ നിശ്ചയിക്കുന്ന സദാചാരത്തിന്റെ മറയ്ക്കുള്ളിൽ നിങ്ങൾ നിന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കുറുവടിയും പോലീസിലാത്തിയ വെല്ലുന്ന ഇരുമ്പ് പൈപ്പുകളുമായി അടിച്ചോടിക്കും എന്ന താക്കീതുമായി മറ്റൊരു കൂട്ടവും എത്തി. കുറച്ചുപേർ മറൈൻ ഡ്രൈവിൽ ഉമ്മ വച്ചാൽ മതവും സംസ്കാരവും ഒലിച്ചുപോകുമെന്ന് പേടിച്ച വിശ്വാസികളും വിട്ടുകൊടുത്തില്ല. അവർ കളിക്കട്ടെ, കളിച്ചു ജയിക്കുന്നത് ആരെന്ന് നോക്കാം. ജയിക്കുന്നവർക്കൊപ്പം എല്ലാം കഴിയുമ്പോൾ കയറി നിന്ന് ജയ്ഹോ വിളിക്കാം. ഇതായിരുന്നു പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന നേതാക്കളുടെ മനസ്സിലിരിപ്പ്. അതിനാലാകാം ഉമ്മ വെച്ചവരും ഉമ്മ കാണാനെത്തിയവരും കേസും കൂട്ടവും ഒക്കെ കഴിഞ്ഞ് വീട് പിടിച്ചപ്പോൾ പരിപാടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നേതാക്കന്മാർ ഫേസ്ബുക്കിലൂടെ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ എഴുതുന്നു: പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള അവകാശം ജനാധിപത്യപരമായി അനുവദിക്കപ്പെട്ട നാടാണ് നമ്മുടേത്. കൊച്ചി മറൈൻ ഡ്രൈവിൽ നടന്ന പ്രതിഷേധം കോഴിക്കോട്ടെ ഒരു റെസ്റ്റോറന്റിന് നേരെയുണ്ടായ സദാചാര പോലീസ് ആക്രമണത്തിനെതിരെയാണ് എന്ന് പ്രഖ്യാപിച്ചാണ് ചിലർ സംഘടിപ്പിച്ചത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ പ്രതിഷേധ രീതിയാകുമ്പോൾ
യോജിപ്പുള്ളവരും വിയോജിപ്പുള്ളവരും ഉണ്ടാകാം. അങ്ങനെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനുമുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ അതിശയിപ്പിക്കുന്ന ഇരട്ടത്താപ്പാണ് ആ സമരത്തോടും അതിൽ എതിർപ്പുയർത്തിയവരോടും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. തടയാൻ എത്തിയവരുടെ ആക്രമണമാണ് മറൈൻ ഡ്രൈവിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. പോലീസ് പല പ്രാവശ്യം ലാത്തി വീശുകയും പെപ്പർ സ്പ്രേ പ്രയോഗിക്കുകയും ചെയ്തു. ലാത്തിച്ചാർജിൽ മാധ്യമപ്രവർത്തകരടക്കം 100ഓളം പേർക്ക് പരിക്കേറ്റുവെന്നാണ് വാർത്ത. സമരം തകർക്കാൻ ആയുധവുമായി വിദ്വേഷ മുദ്രാവാക്യങ്ങളുയർത്തി എത്തിയവരെയാണ് പോലീസ് അവിടെ സംരക്ഷിച്ചത്. പോലീസ് സംഘത്തിന്റെ സർവ്വവിധ പിന്തുണയോടെയുമാണ് വർഗീയവാദികൾ ഉൾപ്പെടെയുള്ളവർ ആക്രോശപ്രകടനം നടത്തിയത്. പ്രതിഷേധക്കാരെ സംരക്ഷിക്കാനാണ് ഇതെല്ലാം ചെയ്തത് എന്ന ന്യായീകരണം പരിഹാസ്യമാണ്. ഏതു തലത്തിലുണ്ടാക്കിയ ധാരണയുടെ ബലത്തിലാണ് ഈ സമീപനമെന്ന് സംസ്ഥാന ഗവൺമെന്റ് വ്യക്തമാക്കണം. പ്രാദേശികമായോ സംസ്ഥാന തലത്തിലോ കേന്ദ്രതലത്തിലോ വർഗീയ ശക്തികളുമായി അത്തരമൊരു ധാരണയിൽ എത്തിയിട്ടുണ്ടോ? എങ്കിൽ എന്താണ് ആ ധാരണ? ജനങ്ങളുടെ സ്വൈര്യജീവിതത്തെ ആക്രമിക്കാൻ ഒരു സദാചാര പോലീസിനെയും അനുവദിക്കാനാവില്ല. പോലീസും നിയമസംവിധാനവും സ്വതന്ത്രമായും നിർഭയമായും പ്രവർത്തിച്ചാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല. ഇപ്പോൾ പോലീസിനെ സമാധാന ഭഞ്ജകരുടെ സംരക്ഷണത്തിനാണ് നിയോഗിക്കുന്നത്. ഇത് കേരളത്തിന് അപമാനകരവും അപകടകരവുമാണ്. ഇതിനു മറുപടിയായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇങ്ങനെ കുറിച്ചു: പ്രതിഷേധങ്ങളെയും സമരങ്ങളെയും ഒരിക്കലും എതിർക്കാത്ത ആളാണ് ഞാൻ. പ്രതിഷേധിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും ഞാൻ മാനിക്കുന്നു. സദാചാര പോലീസ് എന്ന പേരിൽ അക്രമം അഴിച്ചുവിട്ടവർക്കെതിരെ എറണാകുളം മറൈൻ ഡ്രൈവിൽ ഒരു കൂട്ടം യുവാക്കൾ പ്രതിഷേധവുമായി വന്നിരുന്നു. ഈ ചെറുപ്പക്കാർക്കെതിരെ പ്രതിഷേധിക്കാനും വിവിധ സംഘടനകളിൽപ്പെട്ടവർ അവിടെ തടിച്ചുകൂടുകയും ചെയ്തു. ഒരു തരത്തിലുള്ള അടിച്ചമർത്തലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ആർക്കെതിരെയും അവിടെ ഉണ്ടായില്ല. നിർഭയമായി അഭിപ്രായം പ്രകടിപ്പിക്കാനും പ്രതിഷേധിക്കാനുമുള്ള എല്ലാ മനുഷ്യരുടെയും സ്വാതന്ത്ര്യത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് എല്ലാ പ്രതിഷേധങ്ങൾക്കും ഗവൺമെന്റിന് അനുമതി നിഷേധിക്കാമായിരുന്നു. എങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് അതിന് തുനിയാതിരുന്നത്. പോലീസിന് അവിടെ യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. അതോടൊപ്പം ഇത്തരം പ്രതിഷേധങ്ങളെ ഈ വിധത്തിൽ മാത്രമേ നേരിടാൻ കഴിയൂ എന്നും നാം ഓർക്കേണ്ടതുണ്ട്. നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ല. അവിടെ കലാപവും സംഘർഷവും ഉണ്ടാകാതിരുന്നതിനാലാണ് പിണറായി വിജയന് ദുഃഖം. എനിക്ക് ഈ വിഷയത്തിൽ അദ്ദേഹത്തോട് സഹതപിക്കാൻ മാത്രമേ കഴിയൂ. കേരളം ഉറ്റുനോക്കിയ നിരവധി രാഷ്ട്രീയ കൂട്ടായ്മകൾക്കും സമരങ്ങൾക്കും വേദിയായ സ്ഥലമാണ് ഈ മറൈൻ ഡ്രൈവ്. സമരസാഹസങ്ങളിലേക്ക് ചെറുപ്പക്കാരെ എത്തിക്കാനാവാതെ രാഷ്ട്രീയ സംഘടനകൾ പെടാപ്പാട് പെടുമ്പോഴാണ് ആരെന്നും എന്തെന്നും അറിയാത്ത ഒരു കൂട്ടായ്മ ആഹ്വാനം ചെയ്ത സമരത്തിന് പിൻപറ്റി നിരവധി പേർ ഇവിടേക്ക് ഒഴുകിയെത്തിയത്. ചുംബന സമരം ഉയർത്തിവിട്ട ചർച്ചകൾ കേരളത്തിലെ നവോത്ഥാന സമരത്തിന്റെ ചരിത്രത്തിലേക്ക് വരെ നമ്മെ കൂട്ടിക്കൊണ്ടുപോയി. ഐത്തവും തൊട്ടുകൂടായ്മയും ഒരു കാലത്തെ സംസ്കാരമായിരുന്നു. മാറുമറയ്ക്കുന്നത് വിദേശ വസ്ത്രധാരണ രീതിയാണ്. അതുകൊണ്ട് കേരള സ്ത്രീകൾ മാറുമറയ്ക്കേണ്ടതില്ല എന്ന് വാശിപിടിച്ചതും ഒരു കാലത്തെ ഭൂരിപക്ഷത്തിന്റെ കാഴ്ചപ്പാട് തന്നെ. ജാതിക്കോയ്മയ്ക്കെതിരെയും പന്തിഭോജനത്തിനും ക്ഷേത്രപ്രവേശനത്തിനുമായി സമരങ്ങൾ സംസ്കാരത്തിന് ചേരാത്തതെന്ന് വാശിപിടിച്ചവരുടെ പിൻതലമുറയാണ് മറൈൻ ഡ്രൈവിൽ പ്രതിഷേധിച്ചതെന്ന് ചുംബന സമരാനുകൂലികൾ ആരോപിക്കുന്നു. സത്യത്തിൽ ഒരു ഉമ്മ കൊടുക്കാൻ കഴിവില്ലാത്തവൻ ആരൊക്കെയോ ഉമ്മ കൊടുക്കുന്നത് കണ്ടാസ്വദിക്കാൻ മറൈൻ ഡ്രൈവിൽ ഒത്തുകൂടുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടത്. 1820കളിൽ നടന്ന ചാന്നാർ ലഹളയെക്കുറിച്ച് നമുക്കറിയാം. എന്താ ചാന്നാർ ലഹള? കേരളത്തിലെ സ്ത്രീകൾ മാറുമറക്കുന്നതിന് വേണ്ടി നടത്തിയ ഐതിഹാസികമായ സമരമാണ്. കേരളീയ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഏടാണ്. അന്നെന്താ സംഭവിച്ചത്? അന്ന് പറഞ്ഞു ഇത് വിദേശികളുടെ സ്വാധീനം കൊണ്ടാണ്, ഇത് പടിഞ്ഞാറേക്ക് നോക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു ഇവിടുത്തെ യാഥാസ്ഥിതിക വിഭാഗം. 2014 അത് തന്നെ പറയുന്നു. എന്തൊരു വിരോധാഭാസമാണിത്. ചാന്നാർ ലഹള നടന്ന കാലത്ത് ഒരു ഹിതപരിശോധന കേരളത്തിൽ നടന്നിരുന്നെങ്കിൽ ഇവിടുത്തെ സ്ത്രീകളിൽ പോലും ബഹുഭൂരിപക്ഷം പേരും ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ മാറുമറക്കാതെ നടന്നാൽ മതി എന്ന് പറഞ്ഞേനെ. കാരണം അതായിരുന്നു അന്നത്തെ രീതി എന്ന് വെച്ചാൽ അതായിരുന്നു ശരി. അതല്ല, പ്രതിഷേധം അറിയിക്കാൻ തിരഞ്ഞെടുത്ത സമരരീതിയും പൊതുമര്യാദക്ക് നിരക്കുന്നതാവണം എന്നാണ് മുഴങ്ങിക്കെട്ട മറ്റൊരു ശബ്ദം. ഈ സമരത്തിൻ്റെ ഫ്ലാഷ് ബാക്കിലേക്ക് ക്യാമറ തിരിക്കുമ്പോൾ പ്രസക്തമായ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഡൗൺ ടൗൺ ഹോട്ടലിലെ 2 വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് തിരിച്ചുവെച്ച ഒളിക്യാമറകൾ ഏത് സദാചാരമാണ് ചൂണ്ടിക്കാട്ടുന്നത്? കുളിമുറിയിലും ഡ്രസ്സിംഗ് റൂമിലും വെച്ച ഒളിക്യാമറ ദൃശ്യങ്ങൾ ഒളിച്ചിരുന്ന് കാണുന്നവരും പ്രതിഷേധക്കാർക്കിടയിൽ ഉണ്ടായിരുന്നുവത്രേ. സദാചാരത്തിന്റെ മുന്നണി പോരാളികളായി ഏതാനും ചെറുപ്പക്കാരുടെ ഒരാലിംഗനത്തിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന ഒരു പ്രതീകാത്മക സമരത്തെ മനുഷ്യക്കടലിൽ മുക്കിയത് മലയാളിയുടെ ചില വർഗ്ഗഗുണങ്ങളാണ്. അയൽക്കാരന്റെ സ്വകാര്യതയിലേക്ക് ഒളിക്കണ്ണെറിയാനുള്ള അതേ താൽപ്പര്യത്തോടെ
ചുംബനത്തിന്റെ ലൈവ് അനുഭവം പ്രതീക്ഷിച്ചെത്തിയവരായിരുന്നു മറൈൻ ഡ്രൈവിൽ അധികവും. ഈ പുരുഷാരം കേരള ജനതയുടെ ഒരു പതിപ്പാണെങ്കിൽ അത് വെട്ടിയൊട്ടിക്കേണ്ടത് സാംസ്കാരിക കേരളത്തിന്റെ ഭിത്തിയിലല്ല. സ്ത്രീവിരുദ്ധ നോട്ടങ്ങളും ധാർഷ്ട്യത്തിന്റെ ശരീരഭാഷയും വിടന്മാരുടെ തെരുക്കൂത്തുകളും മറൈൻ ഡ്രൈവിനെ മാത്രമല്ല മാനം കെടുത്തിയത്. എതിർക്കുന്നവർ ഉന്നയിക്കുന്ന വാദമുഖങ്ങൾക്ക് കമ്പോട് കമ്പം മറുപടി പറയാൻ സംഘാടകർക്ക് കഴിയുമായിരുന്നില്ല എന്നതാണ് സത്യം. കിസ് ഓഫ് ലവ് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഫേസ്ബുക്കിൽ പുതിയ കമ്മ്യൂണിറ്റി ആരംഭിച്ചു. അതിനും പിന്തുണക്കാർ ഏറി. അവർ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യക്ഷ പ്രകടനമായ ചുംബനത്തെ ഒരു പ്രതിഷേധത്തിൻ്റെ കൂടി അടയാളമാക്കി മാറ്റി കവിളിൽ ഞങ്ങൾ സ്നേഹ ചുംബനം നൽകി പ്രതിഷേധിക്കും എന്ന് പറയുമ്പോൾ പ്രബുദ്ധ കേരളം എങ്ങനെയായിരുന്നു അതിനെ സ്വീകരിക്കേണ്ടിയിരുന്നത്? എത്രയോ വിശാലമായ മനസ്സോടെ, ഒട്ടേറെ കൗതുകത്തോടെ, വാത്സല്യത്തോടെ കേരളത്തിലെ പ്രബുദ്ധ സമൂഹം ആ ചെറുപ്പക്കാരുടെ സമരരീതിയെ നേരിടേണ്ടതായിരുന്നു. ഇവിടെ ഈ വർഗീയ സംഘടനകൾക്ക് വേണ്ടി രണ്ടാമതൊന്നും ആലോചിക്കാതെ ഇറങ്ങിപ്പുറപ്പെടാൻ ഇപ്പോഴും ഇവിടെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ചെറുപ്പക്കാരുണ്ട് എന്ന് പറയുന്നത് ഈ നാടിൻ്റെ തീരാ കളങ്കമാണ്, ഈ നാടിന് നാണക്കേടാണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. ഫേസ്ബുക്കിലെ സ്വതന്ത്ര ചിന്ത എന്ന കമ്മ്യൂണിറ്റിയിൽ കോഴിക്കോട് നിന്നും എഞ്ചിനീയറായ ഫാർമിഷ് ഹാഷിം ചില ചിതറിയ ചിന്തകൾ പങ്കുവച്ചപ്പോൾ കേരളത്തെ പല കഷ്ണങ്ങളായി തിരിക്കുന്ന വിവാദത്തിന് വിത്തുപാകുകയാണെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. ഫാർമിഷ് എഴുതിയ വരികൾ ഇങ്ങനെയായിരുന്നു: കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഒരു ചുംബന കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ചുംബിക്കുന്നത് എങ്ങനെയെന്നറിയാത്ത, ചുംബിച്ചാൽ സദാചാരം ഇടിഞ്ഞു വീഴുമെന്ന് ഭയപ്പെടുന്ന സകല സദാചാരവാദികളെയും ക്ഷണിക്കുന്നു. ചുംബനം എന്നത് ഹോമോസാപ്പിയൻസ് എന്ന സ്പീഷീസിൽപ്പെട്ട പരസ്പരം സ്നേഹിക്കുന്ന ജീവികൾ കൈമാറുന്ന ഒരു സംവേദന മാർഗമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം. സത്യത്തിൽ ഈ ഒരു ആശയം തന്നെ മുമ്പോട്ട് വരുന്നത് ഞാൻ ഫേസ്ബുക്കിലിട്ടൊരു സ്റ്റാറ്റസിലൂടെയാണ്. ഒരുപക്ഷെ അതൊരു ട്രിഗറായി മാറിയിരിക്കാം. ഞാനത് സ്റ്റാറ്റസ് ഇടുമ്പോൾ അതങ്ങനെ ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ഓഫ് കോഴ്സ് ഞാനതിൻ്റെ ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കുകയായിരുന്നു സദാചാര പോലീസിനെതിരെയായിട്ടുള്ള. എന്നാൽ അത് ഏറ്റെടുത്ത് അത് മുമ്പോട്ട് കൊണ്ടുപോയി നടത്താനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചത് രാഹുലും കൂട്ടരുമാണ്. അതിന് വേദിയായിട്ടുള്ളത് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്കിലുള്ള ഒരു ഗ്രൂപ്പുമാണ്. അപ്പോൾ ഞാൻ പിന്നീട് കണ്ടത് അതിൽ വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയും പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ഒരു സപ്പോർട്ട് അതിന് കിട്ടുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് അങ്ങനെ ഒരു സമരം കാലത്തിൻ്റെ ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരിക്കലും ഇത് ഉപേക്ഷിച്ച് പോകരുത് എന്നുള്ള കാര്യവും മനസ്സിലായി. ഈ സമരം മുമ്പോട്ട് കൊണ്ടുപോയാൽ അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയൊരു വിപ്ലവം ഈ നാട്ടിലത് കൊണ്ടുവരും എന്നുള്ള കാര്യം ബോധ്യമായത് കൊണ്ടാണ് ഇത്രയും എതിർപ്പുകൾ നേരിട്ടിട്ടും ഇത്രയും വലിയ ചർച്ചകളായിട്ടും ഞങ്ങളത് ഉപേക്ഷിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോയത്. ഫാർമിസ്റ്റിന്റെ വരികൾ വെളികാതോർത്തിരുന്നവരെ പോലെ പരസ്യ ചുംബനത്തിന് തയ്യാറെടുത്തവർ ചുംബന കൂട്ടായ്മ രൂപീകരിച്ചു. നിലവിൽ ചലച്ചിത്ര പ്രവർത്തകനും മുൻ IT വിദഗ്ധനുമായ രാഹുൽ പശുപാലാണ് കൊച്ചിയിൽ ചുംബന കൂട്ടായ്മ സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്തത്. കിസ് ഓഫ് ലവ് എന്ന ഫേസ്ബുക്ക് പേജ് പുറത്തിറക്കി മണിക്കൂറുകൾക്കുള്ളിൽ ലൈക്കുകളുടെ എണ്ണം 1000 കവിഞ്ഞു. സദാചാര പോലീസിനോടുള്ള അറപ്പും വെറുപ്പും ഉള്ളിലടക്കിയ മലയാളികൾ രാജ്യത്തിനകത്തും പുറത്തുമുണ്ടെന്ന് ലൈക്കുകളുടെ എണ്ണം വിളിച്ചു പറയുന്നു. സ്പെഷ്യൽ കറസ്പോണ്ടന്റിൽ ചെറിയ ഇടവേള.